ഹായ് ഫ്രണ്ട്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അഥവാ ലാഭവും നഷ്ടവും എന്ന ടോപ്പിക്കിലെ ഒരു പ്രോബ്ലമാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: 1440 രൂപയ്ക്ക് ഒരു ഉൽപ്പന്നം വിറ്റപ്പോൾ 20% ലാഭം കിട്ടിയാൽ ഉൽപ്പന്നത്തിന്റെ വാങ്ങിയ വില എത്രയാണ്? ഓക്കെ, അപ്പം തന്നിരിക്കുന്നത് 1440 രൂപ എന്ന് തന്നിരിക്കുന്നത് വിറ്റ വിലയാണ്. ഓക്കെ, അത് മനസ്സിലാവുമല്ലോ. 1440 രൂപയ്ക്കാണ് ഒരു ഉൽപ്പന്നം വിറ്റപ്പോൾ എന്ന് പറഞ്ഞത്. അപ്പൊ 1440 എന്ന് പറയുന്നതാണ് വിറ്റ വില. അപ്പൊ വിറ്റ വില നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം 1440. ഇനി ലാഭശതമാനം നമുക്ക് തന്നിട്ടുണ്ട്. ലാഭശതമാനം എന്ന് പറയുന്നത് 20%. എങ്കിൽ വാങ്ങിയ വിലയാണ് കാണേണ്ടത്. അപ്പൊ വിറ്റ വിലയും ലാഭശതമാനവും തന്നിട്ട് വാങ്ങിയ വില നമ്മളോട് ചോദിച്ചാൽ ഫോർമുല ഇതാണ്: വാങ്ങിയ വില കാണാൻ 100/100 പ്ലസ് ലാഭശതമാനം ഇൻറ്റു വിറ്റ വില. അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ഇതെങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം. അപ്പൊ നമുക്ക് വേണ്ട വാങ്ങിയ വിലയല്ലേ. അപ്പൊ വാങ്ങിയ വില ഈക്വൽ ടു 100/100 പ്ലസ് എത്ര ശതമാനമാണ് പറഞ്ഞിരുന്നേ? 20% അല്ലേ. അപ്പൊ 100 പ്ലസ് 20 ഇൻറ്റു വിറ്റ വില. വിറ്റ വില നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 1440. ഇനി ഇവിടെ നിങ്ങൾ സോൾവ് ചെയ്താൽ മതി, ആൻസർ ആയി. 100/120 ഇൻറ്റു 1440. സീറോസ് ഒക്കെ കട്ട് ചെയ്യുക. ഇവിടെ ഒരു സീറോ മുകളിലത്തതും താഴത്തതും കട്ട് ചെയ്തു. ഇനി കട്ട് ചെയ്യരുത്. ഇനി നോക്കേണ്ടത് 12ഉം 144ഉം നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാമല്ലോ. 12ലെ 12 ടൈംസ് ആണ് നമുക്ക് 144 വരുന്നത്. അപ്പൊ 12 × 12 ആണ് 144 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വരും? 12 എന്ന് കിട്ടും. ഇനി 12 × 100 മാത്രം ചെയ്താൽ മതി, നമ്മുടെ ആൻസർ ആയി. 12 × 100 എത്രയാണ്? 1200. ഓക്കെ, എന്ന് വെച്ചാൽ 1200 രൂപയ്ക്ക് വാങ്ങിയ ഉൽപ്പന്നമാണ് 20% ലാഭത്തിൽ 1440 രൂപയ്ക്ക് വിറ്റത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഫോർമുല പഠിച്ചു വെക്കുക. വാങ്ങിയ വില കാണാൻ 100/100 പ്ലസ് ലാഭശതമാനം ഇൻറ്റു വിറ്റ വില. ഇനി നഷ്ടമാണെങ്കിൽ വേറൊന്നുമല്ല, വേറൊന്നിനും മാറ്റം വരില്ല. ഇവിടെ വരുന്നത് 100 മൈനസ് നഷ്ടശതമാനം എന്ന് വരും. ഓക്കെ, ഫോർമുല നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.